ഇനി 2 വിരൽ, ഇനി 3, ഇനി 4, ഇനി 5. 1, 2, 3. ഒന്നുമില്ല. ഇപ്പം ശബ്ദം ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ പറയണ കഥ കേൾക്കണം കേട്ടോ. എൻ്റെ മകനൊക്കെ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് ടി വിയിൽ കാർട്ടൂണിൽ വന്നിരുന്ന ഒരു കഥയാണ് ടോം ആൻഡ് ജെറിയുടെ. ടോം എന്ന് പറഞ്ഞാൽ ഒരു പൂച്ച, ജെറി ഒരു കുഞ്ഞ് എലി. ഈ ടോമും ജെറിയും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ടോമും ജെറിയും ഭയങ്കര കൂട്ടുകാരായിരുന്നു. പക്ഷെ രണ്ടുപേരും എപ്പോഴും അടികൂടുകയുള്ളൂ. നിങ്ങളിങ്ങനെ അടികൂടില്ലേ? നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പറഞ്ഞ മാതിരി അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണം, സ്കൂളിലെ കൂട്ടുകാരെ എല്ലാം കൂടെ പിറന്നവരെ പോലെ സ്നേഹിക്കണം. നല്ലൊരു പ്രാർത്ഥനയായിരുന്നു അത്. നല്ല രസമുണ്ട്. അപ്പം അതുപോലെ എല്ലാവരും ഉണ്ടാവണം. അപ്പം ഈ കഥ, ഒരു സ്ഥലത്ത് ഒരു വീട്ടമ്മ, അവരുടെ വീട്ടിലാണ് ഈ ടോം എന്നുള്ള പൂച്ചയും ജെറി എന്ന് പറയുന്ന എലിക്കുട്ടിയും ഉള്ളത്. ഓക്കെ. ഈ ടോം ആണെങ്കിൽ ഭയങ്കര മടിയനാ, ഒരു പണിയും ചെയ്യില്ല. വെറുതെ ഇങ്ങനെ പാല് കുടിക്കുക, കിടന്നുറങ്ങുക, ഒന്നും ചെയ്യില്ല. അമ്മ എപ്പോഴും പാല് കൊടുക്കും. അപ്പം ഈ പാലൊക്കെ കുടിച്ചാൽ ഇങ്ങനെ ഭയങ്കര മടി. എനിക്കൊക്കെ അറിയാം, എനിക്കൊക്കെ പറ്റും, എനിക്ക് വേറെ ആരുടെയും ഇതൊന്നും വേണ്ട, ഞാനൊന്നും പണിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, എനിക്കൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഏത് നേരവും കിടന്നുറങ്ങുകയുള്ളൂ. അപ്പം ഈ ജെറി ആണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും, ടോം ഉറങ്ങുകയാണോ. പൂച്ചയും എലിയും തമ്മിൽ എപ്പോഴും അടിയാണല്ലോ, നിങ്ങൾ കാണാറില്ലേ വീട്ടിൽ പൂച്ച എലിയൊക്കെ വരുമ്പോൾ. അപ്പം ഈ എലി ഇങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ടോം ഉറങ്ങണ കാണും. വേഗം പതുങ്ങി ചെല്ലും. അപ്പം അമ്മ എവിടേക്കാണ് ഭക്ഷണം എടുത്തു വെച്ചിട്ടുള്ളത്, ഓരോ സാധനങ്ങൾ വെച്ചതൊക്കെ എലി നോക്കി വെച്ചിട്ടുണ്ടാവും. എലി ചെന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് കട്ടെടുക്കും. ഒറ്റ ഓട്ടത്തിന് തിരിച്ചും അവനൊരു മാളത്തിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു പോകും. എലി താമസിക്കുന്നത് കുഞ്ഞൊരു ഓട്ട പോലൊരു മാളത്തിൻ്റെ ഉള്ളിലല്ലേ, അങ്ങോട്ട് തിരിച്ചു പോകും വേഗം തന്നെ അത് എടുത്തിട്ട്. അപ്പം ഈ അമ്മ ചോദിക്കും, ടോം നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കും. ടോം പറയും, എനിക്ക് പിന്നെ വേറെ പണിയില്ല, ഞാൻ വെറുതെ റെസ്റ്റ് എടുക്കണം, നേരത്തെ എന്നെ വെറുതെ ഉപദ്രവിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ടോം കിടന്നുറങ്ങും. ഇതിങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. അപ്പം ഈ ടോം ഒരു പണിയും ചെയ്യില്ല, ജെറി ഇങ്ങനെ കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ജെറി ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ചിലപ്പോൾ ജെറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുമ്പോൾ പാത്രങ്ങളൊക്കെ വീഴും, അമ്മയ്ക്ക് പ്രശ്നമാവും, അമ്മയ്ക്ക് പണി കൂടും, അമ്മയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, നിങ്ങളിങ്ങനെ രണ്ടുപേരും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരും, ടോമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ എടുത്ത് പുറത്തേക്ക് കളയും, ഞാൻ വല്ല റോബോട്ടിൻ്റെ പൂച്ചേൻ്റെ വീട്ടിൽ വാങ്ങി വെക്കുന്ന പറയും. അപ്പോൾ ഈ ടോമും ജെറിയും ചിരിക്കും, പിന്നെ റോബോട്ടിൻ്റെ പൂച്ചയും അതൊന്നും ഇല്ലെങ്കിൽ അമ്മ വെറുതെ പറയണതാന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും, പൂച്ച പിന്നെയും ടോം പിന്നെയും കിടന്നുറങ്ങും കൊണ്ട് തന്നെ ഇരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മ വിചാരിച്ചു, ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, ഇവനൊരു പാഠം പഠിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അമ്മ എന്ത് ചെയ്തു, ഒരു റോബോട്ട് പോലത്തെ ഒരു പൂച്ചേനെ വാങ്ങിയിട്ട് വന്നു. ഒരു മെഷീൻ പോലെ, ചാവി കൊടുത്താൽ മിയാവും മിയാവും ശബ്ദം ഉണ്ടാക്കും, എല്ലാം ചെയ്യും, മറ്റേ പൂച്ചയെ പോലെ എല്ലാം ചെയ്യുന്ന പോലത്തെ ഒരു മെഷീൻ, ഒരു റോബോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അങ്ങനത്തെ ഒരു പൂച്ചേനെ വാങ്ങിയിട്ട് വരും. എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ടോമിനെ എടുത്ത് വാതിൽ നിന്ന് പുറത്തേക്ക് എറിയും. അപ്പോൾ ടോമിന് ആകെ സങ്കടമായി, അയ്യോ എനിക്കിനി പാല് കിട്ടില്ല, ഞാനിപ്പോൾ എന്താ ചെയ്യുക, പണിയെടുക്കാറുമില്ലല്ലോ, വെറുതെ മടി പിടിച്ച് കിടക്കാറല്ലേ ഉള്ളൂ. അപ്പം ആകെ സങ്കടമായി ടോമിന്. ടോം ഇങ്ങനെ വിഷമിച്ച് കിടക്കുക. അപ്പം റോബോട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം എന്താ ഉണ്ടായ, ഈ എലിക്കാണെങ്കിൽ തിന്നാനൊന്നും കിട്ടണില്ല. കാരണം എലിയെ കാണുമ്പോഴേക്കും ഈ റോബോട്ട് പൂച്ച ചാടി പിടിക്കും. അപ്പം എലിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടേ. പക്ഷേ മറ്റേ പൂച്ചയെ പോലെ ഇതിന് സ്വയം ചിന്തിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു മെഷീനാണല്ലോ. അപ്പോൾ ഈ റോബോട്ട് പൂച്ച വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം എലി ഒന്നും എടുത്ത് തിന്നുക ഒന്നും ചെയ്യണില്ല. അപ്പം അമ്മ വിചാരിച്ചു ശരി കുഴപ്പമില്ല എന്ന്. പക്ഷേ ഈ റോബോട്ട് പൂച്ചയ്ക്കാണെങ്കിൽ മറ്റേ പൂച്ചയെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചാടുമ്പോഴും ഇങ്ങോട്ട് ചാടുമ്പോഴും സാധനങ്ങൾ മറിഞ്ഞു വീഴുക, പൊട്ടി തകരുക, പല പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ ആയപ്പോൾ എലീനെയും പിടിച്ച് പുറത്തേക്കാക്കി. അപ്പോൾ ഈ ടോമും ജെറിയും ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടുകാരായിരുന്നു എന്ന് പറഞ്ഞു. അടി കൂടുമെങ്കിലും നല്ല കൂട്ടുകാരുമായിരുന്നു അവർ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി എന്ത് വിചാരിച്ചു എന്നറിയോ, ഇങ്ങനെ ഈ റോബോട്ട് പൂച്ച അകത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അകത്ത് കിടക്കാൻ പറ്റില്ലല്ലോ, അകത്ത് കിടന്നാലല്ലേ നമുക്ക് പാല് കുടിക്കാൻ കിട്ടുള്ളൂ, എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ, എൻ്റെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കിതിന് എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് പറഞ്ഞിട്ട് ഈ ടോമും ജെറിയും കൂട്ടുകാരായി വീണ്ടും കൈ കൊടുത്തിട്ട്, നമുക്കിനി അടി കൂടണ്ട, നമുക്ക് കൂട്ടുകാരായിട്ട് നല്ല സ്നേഹത്തിൽ നിൽക്കാം, നമുക്ക് വീണ്ടും ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറണം, എന്നിട്ട് വേണം അവിടുന്ന് പാലൊക്കെ കുടിക്കാനെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചു, നമുക്ക് വീടിൻ്റെ അകത്ത് കയറുക പറഞ്ഞ് പോയിട്ട് അമ്മോട് ഞങ്ങളെ അകത്ത് കയറ്റുമെന്ന് പറഞ്ഞാൽ കയറ്റൊന്നുമില്ല, കാരണം മടിയനല്ലേ പൂച്ച.
നിന്നെ വേണ്ടെന്ന് പറയും. അപ്പൊ ഇവര് വിചാരിച്ചു ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവരെന്ത് ചെയ്തു എന്നറിയോ? നേരത്തെ റോബോട്ട് പൂച്ചേനെയല്ലേ വീടിന്റെ അകത്തേക്ക് കൊണ്ടുവന്നേ, അതുപോലെ കുറേ റോബോട്ട് പോലത്തെ എലികൾ, കുഞ്ഞു 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 എലികളേനെ വീടിന്റെ അകത്തേക്ക് കടത്തി വിടും. അപ്പൊ ഈ റോബോട്ട് പൂച്ചയ്ക്ക് ഒന്നും മനസ്സിലാവണില്ല. അവിടെ നോക്കിയ എലി, ഇവിടെ നോക്കിയ എലി, എല്ലായിടത്തും എലി. അപ്പൊ ഈ പൂച്ച ആകെ തലങ്ങും വിലങ്ങും ഓട്ടായി. വീട്ടിലെ സർവ്വ സാധനവും പ്രശ്നമായി. ആ വീട്ടിൽ ഒന്നും നേരാവണ്ണം ഇരിക്കണില്ല. ബെഡ്റൂമിൽ സാധനങ്ങൾ പൊട്ടണു, അടുക്കളയിൽ സാധനങ്ങൾ വീഴണു, എല്ലാ സ്ഥലത്തും എല്ലാ സാധനങ്ങളും പൊട്ടണു. ആകെ ഒരു സുഖമില്ലാത്ത പോലെ എല്ലാം പരന്ന് ചെതറി ചിന്നി ചിതറി ഒരു വൃത്തിയില്ലാണ്ട് ഒന്നും ഒതുക്കി വെക്കാണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയായി ഈ വീടിൻ്റെ ഉള്ളിൽ. അപ്പൊ ഈ അമ്മയ്ക്ക് ആകെ മതിയായി. അമ്മ വിചാരിച്ചു, ഈശ്വര ഇതിപ്പോ ഞാൻ എന്താ ചെയ്യാ? ടോം ആയിരുന്നപ്പോൾ ഇത്തിരി മടി പിടിച്ച് കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഈ അമ്മ പറഞ്ഞു, ശരി റോബോട്ട് പൂച്ചേനെ എടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞു, മതി ഇനി നിന്നെ വേണ്ട ഇവിടെയെന്ന്. അപ്പം മറ്റേ പൂച്ചയും എലിയും കൂടി ഈ റോബോട്ടിനെ ഇടിച്ചു കുത്തി കളഞ്ഞു. എന്നിട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറിയിട്ട് അമ്മയുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചു. അപ്പോൾ ഈ കഥയിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മടി പിടിച്ചിരിക്കാൻ പാടില്ല. നമ്മൾ മടി പിടിച്ചിരുന്നാൽ എന്തുണ്ടാവുക? നമ്മളുടെ സ്ഥാനത്ത് വേറൊരാൾ വരും. ടോം പൂച്ചയ്ക്ക് മടി പിടിച്ചപ്പോൾ ഒരു മെഷീൻ പൂച്ച വന്നില്ലേ? അപ്പം നമ്മൾ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടി, നല്ല മിടുക്കനായിട്ട് പഠിച്ച് ഫസ്റ്റ് വാങ്ങിയിരുന്ന കുട്ടി മടി പിടിച്ചിരുന്ന എന്തുണ്ടാവുക? വേറെ കുട്ടി ഫസ്റ്റ് ആവില്ലേ? നമ്മുടെ മാർക്ക് കുറയില്ലേ? അപ്പം നമ്മളെല്ലാവരും ഒരുപോലെ പഠിക്കണം. എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കണം. മടി പിടിച്ച് ഇരിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നല്ല കൂട്ടുകാരുണ്ടാവണം. ടോം ആൻഡ് ജെറി നല്ല കൂട്ടുകാരായിരുന്നു. നല്ല വഴക്ക് കൂടുമെങ്കിലും എന്താവശ്യത്തിനും അവർ ഒരുമിച്ചുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായിരിക്കണം. ഹലോ ഹലോ ഹലോ, നല്ല കൂട്ടുകാരായിരിക്കണം. കൂട്ടുകാരാകുമ്പോൾ കുറുമ്പൊക്കെ ഉണ്ടായിരിക്കും, അത് സാരമില്ല, പക്ഷെ കൂട്ടുകാരായിരിക്കണം, നല്ല കൂട്ടുകാരൻ. നമ്മളെപ്പോൾ വിഷമിക്കുമ്പോഴും എന്താ ഉണ്ടായേ, എന്തിനാ കരയണേ, ആരാ ചീത്ത പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം, അമിത വിശ്വാസം. പൂച്ചയ്ക്ക് എന്തായിരുന്നു? പൂച്ച വിചാരിച്ചു എന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ സുഖമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടിരുന്നു. അപ്പം അങ്ങനെ അമിത വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ വാക്ക് മനസ്സിലാവില്ല, കുറച്ചും കൂടെ വലുതായാലേ അമിത വിശ്വാസം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. എങ്കിലും ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ കഥയിൽ നിന്നും പഠിക്കേണ്ടത്. അപ്പോൾ ടോം ആൻഡ് ജെറിയുടെ കഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ കഥ